ഹായ് ഡിസൈനേഴ്സ്, എന്റെ പേര് ആദിൽ. നിങ്ങളുടെ ഡിസൈനിങ് ട്രെയിനർ ആണ്. അതുപോലെ തന്നെ ഈ സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡാണിത്. ഫസ്റ്റ് എപ്പിസോഡ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡ് വാച്ച് ചെയ്തതിനു ശേഷം മാത്രം സെക്കൻഡ് എപ്പിസോഡിലേക്ക് വരാം. ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ക്യാൻവ എന്താണ്, എങ്ങനെയുള്ള ആളുകളാണ് അത് ഉപയോഗിക്കുക, ക്യാൻവയുടെ പ്രത്യേകതകൾ എന്താണ്, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പോ ക്യാൻവയിലുള്ള എല്ലാ ബേസിക് ടൂൾസും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഈ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് ഡിസൈനിങ് ചെയ്യാനുള്ള നല്ലൊരു ബേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, നിങ്ങൾ ലെഫ്റ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ടൂൾസ് അറേഞ്ച് ചെയ്തേക്കുന്നതായിട്ട് കാണാം. ഓപ്പൺ മെനു എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ആ ഒരു 3 ലൈൻസിൽ നമ്മൾ മൗസിന്റെ കേഴ്സർ വെക്കുന്ന സമയത്ത് കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റീസെന്റ് ഡിസൈൻസ് എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പ് ചെയ്ത വർക്കുകളൊക്കെ കാണിക്കും. അതായത് റീസെന്റ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. ദെൻ അത് ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ക്ലോസ് ചെയ്യാനും വേണ്ടി പറ്റും. പിന്നെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. നിങ്ങൾക്കറിയാം, നമുക്കൊരു ചിത്രം വരയ്ക്കണമെങ്കിൽ ഒരു പേപ്പറോ ബോർഡോ ഒക്കെ വേണ്ടി വരും അല്ലെ. അതുപോലെ തന്നെ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു ക്യാൻവാസ് വേണ്ടി വരും. ആ ക്യാൻവാസിലാണ് നമുക്ക് വേണ്ട എലമെന്റുകളെ അറേഞ്ച് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്യുന്നത്. എലമെന്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പോസ്റ്റർ, സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ പോസ്റ്റർ കണ്ടിട്ടുണ്ടാവും. ആ പോസ്റ്ററിൽ എന്തൊക്കെ ഉണ്ടാവും? ഇമേജുകൾ ഉണ്ടാവും, ടെക്സ്റ്റ് ഉണ്ടാവും, കളർ ഉണ്ടാവും, സ്റ്റിക്കറുകൾ ഉണ്ടാകാം, എന്തെങ്കിലും 3D ഒബ്ജക്ട്സോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഇതിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് എലമെന്റ് എന്ന്. അപ്പോൾ നമുക്ക് ഇതിനെ ഡിസൈനിങ് എലമെന്റ് എന്ന് വിളിക്കാം. അപ്പൊ നിങ്ങൾ ഒരു ഡിസൈനർ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ, ടെക്സ്റ്റ്, ഇമേജ്, ഓഡിയോ, വീഡിയോ, സ്റ്റിക്കറുകൾ, ഷേപ്പുകൾ, ഇതിനൊക്കെ ഡിസൈനിങ് എലമെന്റ് എന്നാണ് വിളിക്കേണ്ടത്. ഈ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം എഡ്യൂക്കേഷൻ, ഷീറ്റ്സ്, ഡോക്സ്, വൈറ്റ് ബോർഡ്, പ്രസന്റേഷൻ, സോഷ്യൽ മീഡിയ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്തിരുന്നു. ഇതെടുക്കുന്നത് നമുക്ക് വേണ്ട ക്യാൻവാസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻസ്റ്റഗ്രാം പോസ്റ്റ് 4:5 എന്ന് പറഞ്ഞ ഒരു അനുപാതം കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു റേഷ്യോ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പിക്സൽ സൈസ്, അതായത് യൂണിറ്റുകൾ കോമൺ ആയിട്ടുള്ളത് പിക്സൽ, cm, ഇഞ്ചസ് ഒക്കെയാണ്. അതിൽ പിക്സൽ സൈസിലാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിന്റെ ഒക്കെ സൈസിനെ കാണുന്നത്. ഇപ്പൊ 1080 × 1350, അതായത് 4:5 എന്നുള്ള അനുപാതത്തിലാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിന്റെ സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഓരോ ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനും അതിതായിട്ടുള്ള സൈസസ് ഉണ്ട്. അതെടുക്കാനുള്ള ഓപ്ഷൻസ് ആണിത്. അതുകൂടാതെ ഇപ്പൊ സോഷ്യൽ മീഡിയ എടുത്തപ്പോ നോക്കിയേ, ഇൻസ്റ്റഗ്രാം സ്റ്റോറി, ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മേലെ നിങ്ങൾക്ക് കാണാം വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡ്ഇൻ എന്നൊക്കെ പറഞ്ഞ് കാണാം. ഇതിന്റെ ഒക്കെ സൈസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ തൊട്ട് താഴെയായിട്ട് ഇതിന്റെ ഒക്കെ റെഡിമെയ്ഡ് ടെംപ്ലേറ്റുകളും കൊടുത്തിട്ടുണ്ട്. അതായത് ഇതൊക്കെ ഫ്രം സ്ക്രാച്ചസിൽ നിന്ന് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. പക്ഷെ ഇതൊക്കെ ടെംപ്ലേറ്റുകളാണ്. നമുക്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാം, നമുക്ക് ഓൾട്ടർ ചെയ്യാം. ഓക്കെ, ഇവിടെ താൽക്കാലികമായിട്ട് ഞാനിപ്പോ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിലോ നേരെ ഒരു ബ്ലാങ്ക് ക്യാൻവാസ് ക്രിയേറ്റ് ആയിട്ട് വരും. അതായത് ഫ്രം സ്ക്രാച്ചിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ ഡിസൈൻ ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇതാണ് വർക്ക് സ്പേസ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം. ഈ വൈറ്റിനെയാണ് നമ്മൾ ക്യാൻവാസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. നേരത്തെ ഹോമിലും കണ്ടത്, ഇവിടെ ഹോമിലേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ ആണ് നമ്മൾ ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ ഹോമിൽ എന്തൊക്കെയുണ്ടെന്ന് ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഹോം ആണ്. ഹോമിൽ നമുക്ക് കാണാം വാട്ട് വിൽ യു ഡിസൈൻ ടുഡേ എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടെംപ്ലേറ്റ്സ് ഒക്കെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ ഭാഗത്തായിട്ട് കുറച്ച് ക്വിക്ക് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ ക്രിയേറ്റ് കൊടുത്ത സമയത്ത് ഈ സൈഡിൽ കാണിച്ച അതേ ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ഇപ്പൊ പുതിയ അപ്ഡേറ്റ് നോക്കിയ ഫോട്ടോ എഡിറ്റർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഷീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനും പുതുതായിട്ട് അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ വാട്സ് ന്യൂ എന്ന് പറഞ്ഞിട്ട് ക്യാൻവയുടെ ഇവന്റുകൾ, അപ്ഡേറ്റ്സ് കാര്യങ്ങൾ ഇവിടെ കാണിക്കും. റീസെന്റ് ഡിസൈനിൽ നമ്മൾ റീസെന്റ് ആയിട്ട് ചെയ്ത ഡിസൈൻസ് കാര്യങ്ങൾ ഇവിടെ കാണിക്കും. ദെൻ നെക്സ്റ്റ് പ്രൊജക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് എടുക്കാം. പ്രൊജക്റ്റിൽ നമ്മൾ റീസെന്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത കാര്യങ്ങൾ തന്നെ ആയിരിക്കും കാണിക്കുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. അതായത് ഫോൾഡർ വൈസിൽ എന്തെങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കാണിക്കും. ഡിസൈൻസ്, ഇമേജസ്, അങ്ങനെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നേരത്തെ കണ്ട പോലെ തന്നെ സോഷ്യൽ മീഡിയ, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ടെംപ്ലേറ്റ്സ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ സോഷ്യൽ മീഡിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലേക്കുള്ള പല ടൈപ്പ് ഓഫ് ടെംപ്ലേറ്റ്സ്, റെഡിമെയ്ഡ് ടെംപ്ലേറ്റ്സ് കിട്ടും. നമുക്ക് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ബ്രാൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാം. ഈ ഓപ്ഷന്റെ പ്രത്യേകത, ഇതൊരു പ്രോ വേർഷൻ, അതായത് ക്യാൻവ പ്രോയിലേക്ക് അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ ഈ വേർഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് എന്തിനാ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ബ്രാൻഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ബ്രാൻഡിന് എന്തായാലും നമുക്ക് ഒരു കളർ പാലറ്റ്സ് ഉണ്ടാവും. അതായത് കുറച്ച് കളേഴ്സ് നമ്മൾ ആ ബ്രാൻഡിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ടാവും, നമ്മളെ പോസ്റ്റേഴ്സിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ബ്രാൻഡിന്റെ കളേഴ്സിനെ ഇവിടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ആ ബ്രാൻഡിന് യൂസ് ചെയ്യുന്ന ഫോണ്ടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ എളുപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും ടെംപ്ലേറ്റ് എടുക്കാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക, നമുക്ക് വളരെ
ആയിട്ട് ഈ കളേഴ്സും ഫോണ്ടൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ക്യാൻവ AI എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടെക്സ്റ്റ് പ്രോംപ്റ്റുകൾ കൊടുത്തിട്ട് നമുക്ക് കോഡ് ക്രിയേറ്റ് ചെയ്യാം, ഇമേജ് ക്രിയേറ്റ് ചെയ്യാം, ഡിസൈൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ഐഡിയ എന്താണുള്ളത് ആ ഐഡിയ കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ആപ്സിൽ കൂടുതലും AI ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ആപ്സും പ്ലഗിൻസും കാര്യങ്ങളൊക്കെയാണ്. അത് പല ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് കാണാം വർക്ക് പ്ലേസ് എസെൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വർക്ക് സ്പേസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് പ്ലഗിൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. മെയിൽചിമ്പ് അതുപോലുള്ള ഒരുപാട് ഓട്ടോമേഷൻ ടൂൾസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. AI പവേർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്താൽ AI റിലേറ്റഡ് ആയിട്ടുള്ള AI യൂസ് ചെയ്യുന്ന കുറച്ച് പ്ലഗിൻസ് അല്ലെങ്കിൽ ആപ്സ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇവിടെയും സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്ലഗിൻസും ആപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത്ര ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ദെൻ ഇനിയുള്ള ഓപ്ഷൻസ് നമ്മൾ പോകുന്നത് പുതിയൊരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. ഇപ്പൊ ഞാൻ ക്രിയേറ്റ് കൊടുത്തു, ഞാനിപ്പോ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആണ് ഞാൻ ഫ്രം സ്ക്രാച്ച് നിന്ന് തുടങ്ങാൻ പോകുന്നു എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്തു. നമ്മൾ നേരെ വർക്ക് സ്പേസിലേക്ക് വന്നു. നേരത്തെ ഞാൻ പറഞ്ഞു ഇവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയ. ഇനി നമുക്ക് വർക്ക് സ്പേസിലെ ടൂൾസ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. ഇവിടെ ലെഫ്റ്റിൽ കുറച്ച് ടൂൾസ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഡിസൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. ഡിസൈനിൽ 2 ഓപ്ഷൻസ് ഉണ്ട്, ടെംപ്ലേറ്റ് അതുപോലെ തന്നെ സ്റ്റൈല്. ടെംപ്ലേറ്റ് നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോ ചിൽഡ്രൻസ് ഡേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ടൈപ്പ് ചെയ്യാണ്. ഇവിടെ കാണാം സജഷൻസ് കാണിക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്തു, ചിൽഡ്രൻസ് ഡേയുടെ ടെംപ്ലേറ്റ്സ് നമുക്ക് കിട്ടും. ഞാനിപ്പോ എന്തുകൊണ്ടാണ് 4:5 എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം സൈസ് ക്രിയേറ്റ് ചെയ്തത്? ഫ്രം സ്ക്രാച്ച് നിന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഫ്രം സ്ക്രാച്ച് നിന്ന് ഡിസൈൻ ചെയ്യേണ്ട, ടെംപ്ലേറ്റ്സ് എഡിറ്റ് ചെയ്താൽ മതിയെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സ് സെർച്ച് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം. ഇവിടെ ടെംപ്ലേറ്റ്സ് എടുക്കുന്ന സമയത്ത് കാണാം ഇവിടെ ഒരു ഗോൾഡൻ കളർ ക്രൗണ്ട് ഒരു ചെറിയൊരു ഐക്കൺ കാണാം, പ്രോ എന്ന് പറഞ്ഞിട്ട്. അതായത് നിങ്ങൾക്ക് പ്രോ ഫീച്ചർ എടുത്തെങ്കിൽ മാത്രമേ ഈ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ചില ടെംപ്ലേറ്റ്സിൽ അങ്ങനെയുള്ള ഒരു ഐക്കൺ ഇല്ല. അത് സൂചിപ്പിക്കുന്നത് അത് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോ അത് ടെംപ്ലേറ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ ടെംപ്ലേറ്റ് നമ്മൾക്ക് ഇവിടെ കാണിക്കുന്നതായിരിക്കും. നമുക്ക് ദെൻ ഈ വേൾഡ് ചിൽഡ്രൻസ് ഡേ നമുക്ക് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിലേക്ക് പുതിയ ടെക്സ്റ്റുകൾ കാര്യങ്ങൾ ആഡ് ചെയ്യാനോ കളേഴ്സ് ചേഞ്ച് ചെയ്യാനോ ഒക്കെ നമുക്ക് വേണ്ടി പറ്റും. മറ്റൊരു ഓപ്ഷനാണ് സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഈ സ്റ്റൈൽസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നോക്കി കളർ കോമ്പിനേഷൻസ് കാണിക്കും. അപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ടെംപ്ലേറ്റ് എടുത്തു, ഈ ടെംപ്ലേറ്റ്സിന്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കളർ കോമ്പിനേഷൻസിൽ ചേഞ്ചസ് കൊടുക്കാം. ഞാനിപ്പോ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കളർ കോമ്പിനേഷനിലേക്ക് ആ ടെംപ്ലേറ്റ് മാറുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആ ബ്രാൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ കളേഴ്സ് ആ ബ്രാൻഡിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വർക്കിലേക്ക് നമ്മുടെ ബ്രാൻഡ് കളർ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കളർ പാലറ്റ്സ്, നമുക്ക് ഫോണ്ട് സെറ്റുകൾ ഉണ്ടെങ്കിൽ ഫോണ്ട് സെറ്റുകൾ ആഡ് ചെയ്യാം. ദെൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ ഫോണ്ട് സെറ്റിലേക്ക് ആ ഒരു ടെംപ്ലേറ്റ് മാറുന്നതായിട്ട് കാണാം. പിന്നെ റീസെന്റ് ആയിട്ട് ചെയ്ത ഡിസൈൻസ് ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് സ്റ്റൈൽസിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റൈൽസിൽ തന്നെ ഒരുപാട് ബോൾഡ്, ലൈവ്ലി, വൈബ്രന്റ് എന്ന് പറഞ്ഞ സ്റ്റൈൽസ് ഒക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ബ്രൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ്, കളർ പാലറ്റ്സ്, ഫോണ്ട് കാര്യങ്ങളൊക്കെ കാണിക്കും. ദെൻ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഞാൻ എലമെന്റ്സിലേക്ക് ക്ലിക്ക് ചെയ്യാണ്. എലമെന്റ് നേരത്തെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, നമ്മൾ ഒരു പോസ്റ്റർ കാണുമ്പോൾ അതിൽ ടെക്സ്റ്റ് ഉണ്ടാവും, ഇമേജ് ഉണ്ടാവും, ഷേപ്പ് ഉണ്ടാവും, 3D ഓപ്ഷൻസ് ഉണ്ടാവാം, സ്റ്റിക്കേഴ്സ് ഉണ്ടാവാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. ഇതിനൊക്കെ നമ്മൾ ഡിസൈനിങ് എലമെന്റ്സ് എന്ന് വിളിക്കും. ഈ ഒരു പോസ്റ്റർ തന്നെ ശ്രദ്ധിച്ചേ, ഇവിടുത്തെ ടെക്സ്റ്റ് ഉണ്ട്. ഈ വേൾഡ് എന്ന് പറയുന്നതും ചിൽഡ്രൻസ് എന്നൊക്കെ പറയുന്ന ടെക്സ്റ്റ് ആണ്. ഓക്കെ, ആ ടെക്സ്റ്റ് ഒക്കെ ഓരോ ടൈപ്പ് ഫോൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതൊക്കെ ഷേപ്പ് ആണ്. ഈ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ഷേപ്പ് ബൈ ഷേപ്പ് ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഇതിനൊക്കെ എലമെന്റ്സ് എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ ഫ്രം സ്ക്രാച്ച് നിന്ന് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ എലമെന്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ സെർച്ച് എലമെന്റ്സ് എന്നുണ്ട്. നമുക്ക് ഇവിടെ ഷേപ്പ് വേണമെങ്കിൽ ഷേപ്പ് സെർച്ച് ചെയ്യാം, സ്റ്റിക്കർ വേണമെങ്കിൽ സ്റ്റിക്കർ സെർച്ച് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോ നമുക്ക് സെർച്ച് ചെയ്യാതെ തന്നെ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കും. കണ്ടോ, ഷേപ്പ് ഉണ്ട്, ഗ്രാഫിക്സ്, സ്റ്റിക്കർ, ഫോട്ടോ, വീഡിയോ, ചാർട്ട്, ടാബിൾ, ഫ്രെയിംസ്, ഗ്രിഡ്, ഓഡിയോ, ക്വിസ് കാര്യങ്ങളൊക്കെ, മോക്കപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. സോ എനിക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ട എലമെന്റ്സ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സ്റ്റുഡന്റ് ഇമേജ് വേണമെങ്കിൽ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം സ്റ്റുഡൻസിന്റെ ഗ്രാഫിക്സ്, ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ. ഇതെല്ലാം കാണിക്കുന്നത് ഇവിടെ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഗ്രാഫിക്സ് മാത്രം മതിയെങ്കിൽ ഗ്രാഫിക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫിക്സ് മാത്രം വരും. ഫോട്ടോസ് മാത്രമാണെങ്കിൽ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാം. വീഡിയോ മാത്രം വേണമെങ്കിൽ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ സെലക്ട് ചെയ്യാൻ വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഏതാണെന്ന് നോക്കാം, ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, നമ്മുടെ ക്യാൻവാസിലേക്ക് വരും. കൃത്യമായിട്ട് അതിനെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഡിസൈൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് കിട്ടും. പിന്നെ നമുക്ക് ടെക്സ്റ്റ് വെക്കണം അല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ആയിട്ട് ഒരു ടൂൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. ആഡ് ടെക്സ്റ്റ് ബോക്സ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ആയി. നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് വെക്കാൻ വേണ്ടി പറ്റും. കൃത്യമായിട്ട് എവിടെ വെക്കേണ്ടത് അത് മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ കഴ്സർ യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഹെഡിങ് ആണ് ആഡ് ചെയ്യുന്നെങ്കിൽ ഇവിടെ ഡീഫോൾട്ട് ടെക്സ്റ്റ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്.
അതായത് ഡീഫോൾട്ട് ആയിട്ട് ഹെഡിങ്ങിന്റെ സൈസ്, സബ് ഹെഡിങ്ങിന്റെ സൈസ് ഒക്കെ നമുക്ക് ഓപ്ഷൻസ്, നമുക്ക് ടെക്സ്റ്റ് കിട്ടും. ഇപ്പൊ ഞാൻ ആഡ് ഹെഡിങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഒരു ഹെഡിങ്ങിന്റെ സൈസിൽ ആ ടെക്സ്റ്റ് കിട്ടി. സബ് ഹെഡിങ്ങിന്റെ സൈസിൽ വേണമെങ്കിൽ സബ് ഹെഡിങ് ക്ലിക്ക് ചെയ്യാം. പിന്നെ ബോഡി ടെക്സ്റ്റ്, അതായത് ഹെഡിങ് സബ് ഹെഡിങ് കഴിഞ്ഞാൽ ബോഡി ടെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യൂലേ, അതായത് ഒരു ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈസിൽ കിട്ടും. നമുക്ക് വേണ്ടത് ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യാം. മറ്റൊരു ഓപ്ഷൻ ബ്രാൻഡ്, നമ്മൾ മുമ്പേ പരിചയപ്പെട്ടു. നമ്മുടെ ഹോം പേജിന്റെ ആ ഒരു ഭാഗം ഞാൻ പരിചയപ്പെടുത്തിയ സമയത്ത് പരിചയപ്പെട്ടു. ബ്രാൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മുടെ കളർ പാലറ്റ്സ്, ഫോണ്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അപ്ലോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഈ ഓപ്ഷന്റെ പ്രത്യേകത നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ എലമെന്റ്സിൽ വന്നിട്ട് സെർച്ച് ചെയ്താൽ കിട്ടണമെന്നില്ല. ഫോർ എക്സാമ്പിൾ എന്റെ ഫോട്ടോ ഞാൻ സെർച്ച് ചെയ്താൽ കിട്ടോ? ഇല്ല. ഇപ്പൊ നിങ്ങളുടെ ഫോട്ടോ ഞാൻ സെർച്ച് ചെയ്താൽ കിട്ടോ? ഇല്ല. ഫോട്ടോ നമ്മുടെ കമ്പനിയുടെ ലോഗോ വേണം, സെർച്ച് ചെയ്താൽ കിട്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. സോ അതിനുള്ള ഒരു ഓപ്ഷനാണ് അപ്ലോഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇമേജ് അപ്ലോഡ് ചെയ്യാം, വീഡിയോ അപ്ലോഡ് ചെയ്യാം, ഓഡിയോ അപ്ലോഡ് ചെയ്യാം. ജസ്റ്റ് ഈ അപ്ലോഡ് ഫയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനില്ലേ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് വേണ്ട, ഇപ്പൊ ഞാനിപ്പോ ഈ സ്പൈഡർമാന്റെ ഇമേജ് സെലക്ട് ചെയ്യാണ്, ഇത് എനിക്ക് വേണം. ദെൻ ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുമ്പോൾ ഇവിടെ ലോഡ് ആവുന്നതായിട്ട് കാണാം. ലോഡ് ആയി കഴിഞ്ഞാൽ അത് അവിടെ അപ്ലോഡ് ആയി എന്നാണ് അതിനർത്ഥം. ദെൻ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻവാസിലേക്ക് ആ ഒരു ഇമേജ് വരുന്നതായിരിക്കും. മറ്റൊരു ഓപ്ഷനാണ് ടൂൾസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇതെല്ലാം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ അമർത്താണ്, ഒക്കെ പോയി. ഓക്കെ, ഇതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഇവിടെ കണ്ടോ, ഇത് നമുക്ക് ഇപ്പൊ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഡ്രോയിങ് ചെയ്യണം ഒക്കെ ആണെങ്കിൽ ഈ ഓപ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഡ്രോയിങ് ചെയ്യാനും അത് റേസ് ചെയ്യാം, ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലൈൻസ് ക്രിയേറ്റ് ചെയ്യാം, സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം, ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഷീറ്റ്, ടാബിൾസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാവുന്ന ഒരു ഭാഗമാണത്. മറ്റൊരു ഓപ്ഷൻ പ്രൊജക്ട്സ്. ഈ ഓപ്ഷൻ നമ്മൾ മുമ്പും പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള പ്രൊജക്ട്സ് എടുക്കാനുള്ള ഓപ്ഷൻ ആണ്. ഡിസൈൻസ്, ഫോൾഡർ വൈസ്, ഇമേജ് വൈസ് ഒക്കെ സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെയുള്ള ഓപ്ഷനാണ് ആപ്സ്. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞു തരും. കാരണം കുറച്ചധികം പറഞ്ഞു തരാനുണ്ട്. അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് QR കോഡ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടി വരും. ഒരു ഇമേജിനെ ക്വാളിറ്റി, അതായത് എൻഹാൻസ് ചെയ്യേണ്ടി വരും. ആ ക്വാളിറ്റി ഇല്ലാത്ത ഇമേജിനൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആക്കി എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ഈ ആപ്സിലാണ് ചെയ്യുന്നത്. ഒരുപാട് AI ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് ആപ്സിലുണ്ട്. സോ നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരാവുന്നതാണ്. നേരത്തെ ഞാൻ ഇതിനെ കുറിച്ചൊരു ചെറിയൊരു ഇൻട്രോ പറഞ്ഞു തന്നു, എന്തൊക്കെയാണ് ആപ്സ്, അതിന്റെ കാറ്റഗറി വരുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരുപാട് ആപ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, ക്വിക്ക് ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ ക്യാൻവാസിൽ എന്താണ് സെലക്ട് ചെയ്തത് അത് റിലേറ്റഡ് ആയിട്ടുള്ള എഡിറ്റ്സ് ഇവിടെ വരും. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഡിസൈൻസിൽ വന്നിട്ട് ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാന്ന് വിചാരിക്കാം. ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തു. ദെൻ ഈ ടെംപ്ലേറ്റിൽ ഈ ടെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. ദെൻ ക്വിക്ക് എഡിറ്റ് എടുക്കുമ്പോൾ ആ ടെക്സ്റ്റിന് എഫക്റ്റ് ആഡ് ചെയ്യാം, ഫോണ്ട് ചേഞ്ച് ചെയ്യാം, ഫോണ്ട് സൈസ് മാറ്റാം. അതായത് നമ്മൾ എന്ത് എലമെന്റ് ആണ് സെലക്ട് ചെയ്യുന്നത് അത് ബേസ് ചെയ്തുള്ള ക്വിക്ക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻസ് ഇവിടെ നമുക്ക് കാണിക്കും. ഇപ്പൊ ഞാൻ എഫക്ട്സ് എടുത്തു കഴിഞ്ഞാൽ എഫക്ട്സ് ചേഞ്ച് ചെയ്യാം. ആണോ, ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടോപ്പ് ബാർ ടൂൾസ് ആണ്. ഇത്ര നേരം ഞാൻ ലെഫ്റ്റ് സൈഡിലുള്ള ടൂൾ ബാർ ആണ് പരിചയപ്പെടുത്തിയത്. ടോപ്പ് ബാർ ടൂൾസ് യൂസ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലെ ഏതെങ്കിലും ഒരു ടൂൾ എടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് എഡിറ്റ് ചെയ്യണോ അല്ലെ, ഓൾട്ടർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും, നമുക്ക് വേണ്ട കാര്യങ്ങൾ എൻ്റർ ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടോപ്പ് ബാർ ടൂൾസ്. ഫോർ എക്സാമ്പിൾ ഞാൻ ടെക്സ്റ്റ് എടുത്തു, ഞാൻ ആഡ് ഹെഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു. ആ ഓപ്ഷൻ കൊടുത്തപ്പോൾ ഇവിടെ ഒരു ടോപ്പ് ബാർ വിസിബിൾ ആയിട്ട് വന്നതായിട്ട് കാണാം. ഇതിനെയാണ് നമ്മൾ ടോപ്പ് ബാർ ടൂൾസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ കാണാം ക്യാൻവാസ് സാൻസ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഡീഫോൾട്ട് ആയിട്ട് ക്യാൻവാസ് സാൻസ് എന്ന് പറഞ്ഞ ഒരു ഫോണ്ട് ആണ് ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആഡ് ഹെഡിംഗ് എന്ന് പറയുന്ന ഇതിൽ വന്നിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഫോണ്ട് മാറ്റാം. നമുക്ക് എനിക്ക് അറിയുന്ന ഒരു ഫോണ്ട് നെയിം, ഞാനിപ്പോ പോപ്പിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോണ്ട് ഉണ്ട്, ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ പോപ്പിൻസ് എന്ന് പറഞ്ഞ ഫോണ്ട് അവിടെ കിട്ടും. അപ്പൊ ആ പോപ്പിൻസിലേക്ക് ആ ഒരു ഹെഡിങ്ങിന്റെ ടെക്സ്റ്റ് മാറുന്നതായിട്ട് കാണാം. പോപ്പിൻസിൽ തന്നെ തിന്നുണ്ട്, തിന്നെടുത്തു കഴിഞ്ഞാൽ തിന്ന് വരുന്ന കാണാം, എക്സ്ട്രാ തിന്ന്, ബോൾഡ്, സെമി ബോൾഡ്, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. കൂടാതെ ടെക്സ്റ്റ് സ്റ്റൈൽസ് ആഡ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഹെഡിങ്ങിലല്ല ഇത് കിടക്കുന്നത്, സബ് ഹെഡിങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ് ഹെഡിങ്ങിന്റെ സൈസിലേക്ക് പോകും. ബോഡി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബോഡി ടെക്സ്റ്റിന്റെ സൈസിലേക്ക് പോകും. അങ്ങനെ നമുക്ക് ടെക്സ്റ്റ് സ്റ്റൈലുകളും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ വീണ്ടും ഹെഡിങ്ങിലേക്ക് മാറ്റാണ്. അതുകൂടാതെ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഫോണ്ടിന്റെ നെയിം ഒന്നും അറിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റിംഗ് ടൈപ്പ് ഫോണ്ട് വേണം, ഇവിടെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കൈകൊണ്ട് എഴുതിയ പോലുള്ള ടൈപ്പ് ഓഫ് ഫോണ്ടുകൾ നമുക്ക് ഇവിടെ കിട്ടും. സെലക്ട് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റിംഗ് ഫോണ്ട് വേണ്ട, നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബിസിനസ് നടത്തുന്ന ഒരാളാണ്, ദെൻ നമുക്ക് കോർപ്പറേറ്റ് ടൈപ്പ് ഫോണ്ടുകൾ വേണം. കോർപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ വളരെ മിനിമൽ ആയിട്ട് നമുക്ക് കോർപ്പറേറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോണ്ടുകൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാം ജങ്കി ആയിട്ടുള്ള ഫോണ്ടുകളുണ്ട്, ഡിസ്പ്ലേ ഫോണ്ടുകളുണ്ട്, ഹെഡിങ്ങിന് പറ്റിയ ഫോണ്ടുകളുണ്ട്, പാരഗ്രാഫിന് പറ്റിയ ഫോണ്ടുകളുണ്ട്, അതുപോലത്തെ റൗണ്ടഡ് ഫോണ്ട്, മോഡേൺ ആയിട്ടുള്ള ഫോണ്ട്, വിൻറ്റേജ് ടൈപ്പ് ഫോണ്ടുകൾ, മിനിമൽ ആയിട്ടുള്ള ഫോണ്ട്, കാലിഗ്രഫി ഫോണ്ട്സ്, റെട്രോ ലുക്ക് വരുന്ന ഫോണ്ടുകൾ, അങ്ങനെ ഒരുപാട് ഫൺ ആയിട്ടുള്ള ഫോണ്ടുകൾ ഒക്കെ ഉണ്ട്. കോമിക് ആയിട്ടുള്ള ഫോണ്ടുകൾ, കുറെ ടൈപ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടുകൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഫോണ്ടിന്റെ അല്ലെങ്കിൽ ഈ ടെക്സ്റ്റിന്റെ സൈസ് കൂട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ഒരു മൈനസ് ഉണ്ട്, ഡിക്രീസ് ഫോണ്ട് സൈസ്. പ്ലസ് അമർത്തി കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്യാം ഫോണ്ട് സൈസ്. നിങ്ങൾക്ക് ഈ 78 എന്ന്
കണ്ടോ ഫോണ്ട് സൈസ്, അത് ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി 20 കൊടുത്തിട്ട് എൻ്റർ കൊടുത്തു കണ്ടോ 20 സൈസിലേക്ക് വന്നു. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് കാണും. ഈ സ്ലൈഡർ പിടിച്ചിട്ട് ഇങ്ങനെ താഴോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 144 വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 64 വേണം, 64 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മാറും. ഇനി നമുക്ക് ഈ ടെക്സ്റ്റിന്റെ കളർ മാറ്റണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണും, ടെക്സ്റ്റ് കളർ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എനിക്കിപ്പോൾ റെഡ് വേണം, ഞാൻ റെഡ് ക്ലിക്ക് ചെയ്തു കണ്ടോ റെഡിലേക്ക് മാറി. ഇപ്പോൾ ടെക്സ്റ്റിന്റെ കളർ മാറ്റാനുള്ള ഓപ്ഷൻ. നമുക്ക് ഈ ഫോണ്ടിന്റെ ബോൾഡ് ആക്കണമെങ്കിൽ ഇവിടെ ബി എന്ന് കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഓരോ ഓപ്ഷൻ എടുക്കുമ്പോഴും അതിന്റെ താഴെയായിട്ട് കണ്ടോ കൺട്രോൾ ബി എന്നൊക്കെ പറഞ്ഞ് ഷോർട്ട് കട്ടുകൾ കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഇവിടെ വന്നിട്ട് ഇപ്പോൾ നേരിട്ട് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കൺട്രോൾ ബി അമർത്തി കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിനെ ബോൾഡ് ആക്കാനും ആ ബോൾഡ് കളയാനും വേണ്ടി പറ്റും കണ്ടോ. അതുപോലെ തന്നെ ഇവിടെ ഇറ്റാലിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, കൺട്രോൾ ഐ ആണ്. ഇപ്പൊ ഈ ഒരു ടെക്സ്റ്റിന് ഇറ്റാലിക് സപ്പോർട്ട് അല്ലാത്തതുകൊണ്ടാണ് അവിടെ ഒരു എറർ പോലെ ഐക്കൺ വരുന്നത്. ഇറ്റാലിക് സപ്പോർട്ട് ആണെങ്കിൽ കൺട്രോൾ ഐ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഇറ്റാലിക് എന്ന് പറഞ്ഞാൽ ആ ഫോണ്ടിനെ ചെരിഞ്ഞ് നിൽക്കുന്ന പോലുള്ള ഒരു എഫക്ട് കൊടുക്കും. പിന്നെ അണ്ടർലൈൻ കണ്ടോ കൺട്രോൾ യു, ഒന്നിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് കീബോർഡിൽ വന്ന് കൺട്രോൾ യു കൊടുക്കുക. അപ്പോൾ അതിന്റെ ഷോർട്ട് കട്ട്സ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ വർക്ക് ഒന്നുകൂടെ സ്പീഡ് ആക്കാൻ വേണ്ടി പറ്റും. ദെൻ ഇവിടെ സ്ട്രൈക്ക് ത്രൂ ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കണ്ടോ, അതായത് നമ്മുടെ ആ ഒരു ടെക്സ്റ്റിന്റെ നടുവിലൂടെ ഒരു ലൈൻ പോകുന്നതായിട്ട് കാണാം. ദെൻ നമുക്കിപ്പോൾ നിങ്ങൾക്ക് വേണം ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ ലെറ്റർ, ബാക്കിയൊക്കെ സ്മോൾ, അങ്ങനെയല്ല എടുക്കുന്നത്. നമുക്ക് ഓൾ ക്യാപ്സിലേക്ക് മാറ്റണം എന്ന് വിചാരിക്കാം. ഇവിടെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, അപ്പർ കേസ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ക്യാപ്സിലേക്ക് പോകും. പിന്നെ നമുക്ക് ഫോർ എക്സാമ്പിൾ ഹെഡിങ് എന്നുള്ള ഞാൻ വായിക്കുകയാണ്. നമുക്കിപ്പോൾ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കേഴ്സർ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ദെൻ ഞാനിപ്പോൾ ക്യാൻവ സീരീസ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തു. എൻ്റർ കൊടുത്തിട്ട് ഇവിടെ ഞാൻ എപ്പിസോഡ് 02 അതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ടൈപ്പ് ചെയ്തു. സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ കാണാം ഇപ്പോൾ അലൈൻമെന്റ് സെന്റർ ആയിട്ടാണ് എടുക്കുന്നത് കണ്ടോ. ഞാൻ ടൈപ്പ് ചെയ്തൊക്കെ സെന്റർ ആയിട്ടല്ലേ വന്നേക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ലെഫ്റ്റ് അലൈൻ ചെയ്യാം. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റൈറ്റ് അലൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ ടെക്സ്റ്റിന്റെ അലൈൻമെന്റ് സെറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുള്ളറ്റ് പോയിന്റ്സ് അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലേബിൾസ് വരും, 1 2 എന്നൊക്കെ പറഞ്ഞ് ന്യൂമറിക് ലേബിൾസ് വരും. ദെൻ നമുക്ക് ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, സ്പേസിംഗ്. ഞാൻ സ്പേസിംഗ് ക്ലിക്ക് ചെയ്തു. ഇവിടെ കാണാം ലെറ്റർ സ്പേസിംഗ്. ലെറ്റർ സ്പേസിംഗ് എന്ന് പറയുമ്പോൾ ക്യാൻവയുടെ സിയും എയും അതിന്റെ ഇടയിൽ ഗ്യാപ്പ് വേണമെങ്കിൽ ആ ലെറ്റർ സ്പേസിംഗ് ഉണ്ടോ അങ്ങനെ മാറ്റുന്നതനുസരിച്ച് ലെറ്റേഴ്സിന് ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ലൈൻ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്യാൻവ സീരീസ് എന്ന് പറഞ്ഞ ഒരു ലൈനാണ്, എപ്പിസോഡ് 02 എന്ന് പറഞ്ഞ ലൈനാണ്. അപ്പൊ ഇതിനിടയിലുള്ള സ്പേസിംഗ് ആണ് ലൈൻ സ്പേസിംഗ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു അഡ്വാൻസ് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാണ്. PST എന്നുള്ളത് മുകളിലേക്ക് വരണം അല്ലേ. ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ അഡ്വാൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, സൂപ്പർ സ്ക്രിപ്റ്റ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ സെക്കൻഡ് എന്ന് പറഞ്ഞത് ടൈപ്പ് ചെയ്തു. ഈ എന്നും ഡിയും കൂടി സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യാൻ കണ്ടോ. ഇങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഓപ്ഷൻസ് ഉള്ളത്. പിന്നെ നമുക്ക് ട്രാൻസ്പെറൻസി, അതായത് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ടെക്സ്റ്റിന്റെ അല്ലെ നമ്മൾ എന്താണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ വിസിബിലിറ്റി കുറയ്ക്കാന്നുള്ളതാണ്. ഓക്കെ, ഇത് കുറക്കുന്നതനുസരിച്ച് വിസിബിലിറ്റി കുറയുന്നതായിട്ട് കാണാം. ടെക്സ്റ്റ് മാത്രമല്ല ഇമേജസ് എന്താണ് നമ്മുടെ ഇവിടെ വെക്കുന്നത്, ക്യാൻവാസിൽ വെക്കുന്നത്, അതിന്റെ ഒക്കെ വിസിബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. പിന്നെ എഫക്ട്സിൽ നമുക്ക് ഈ ഫോണ്ടിലെ എഫക്ട്സ് ചേഞ്ച് ചെയ്യാം. ഈ എഫക്ട്സ്, ഗ്ലിച്ച് എഫക്ട്സ്, അങ്ങനെ കുറെ എഫക്ട്സും ആ എഫക്ട്സിനൊക്കെ നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ആനിമേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് ആനിമേഷൻ ഓപ്ഷൻസ് ഉണ്ട്. മെർജ്, ബ്ലോക്ക്, ബേസ്റ്റ്, റോള്. അപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്ക് ആനിമേറ്റ് ചെയ്യാം. ആ ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു ആനിമേറ്റ് ചെയ്തൊരു വീഡിയോ പോലെ നമുക്ക് ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ പൊസിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ, നമുക്കിപ്പോൾ ഇതിനെ ടോട്ടലി ലെഫ്റ്റിലേക്ക് പൊസിഷൻ ചെയ്യണമെങ്കിൽ ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, ടോപ്പിലേക്ക് വേണമെങ്കിൽ ടോപ്പ് ക്ലിക്ക് ചെയ്യുക, ബോട്ടം, റൈറ്റ്, സെന്റർ. അതിന്റെ സൈഡിലെ ലെയേഴ്സ് എന്ന് കാണാം. ലെയേഴ്സിന്റെ പൊസിഷൻസും നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഇപ്പൊ ലെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒറ്റ ലെയർ ഉള്ളൂ, കാരണം ഇത് മാത്രമല്ല ഞാൻ ക്രിയേറ്റ് ചെയ്തുള്ളൂ. ഞാനൊരു എലമെന്റ് എടുക്കുകയാണ്, ഈ ഒരു എലമെന്റ് എടുത്തു, ഷേപ്പ് എടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പൊസിഷനിൽ പോയിട്ട് ലെയർ നോക്കിയാൽ കാണാം കണ്ടോ, ആ ഷേപ്പിന്റെ ലെയറും ഉണ്ട് ടെക്സ്റ്റിന്റെ ലെയറും ഉണ്ട്. ഇപ്പൊ ഷേപ്പിന്റെ ലെയർ മേലെയാണ് എടുക്കുന്നത് കണ്ടോ. ഈ ലെയറിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ ഈ ലെയേഴ്സിൽ വന്നിട്ട് നോക്കി ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് കണ്ടോ ടെക്സ്റ്റ് മേലെ വന്നു, ഷേപ്പ് താഴെ വന്നു. അപ്പോൾ ഈ ഒരു ഷേപ്പിന്റെ മേലെയാണ് ഞാൻ ടെക്സ്റ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ ഷേപ്പ് ഇങ്ങനെ നമുക്ക് എല്ലാ ഭാഗത്തും ആങ്കേഴ്സ് ഉണ്ട്. ഇതിനൊക്കെ ആങ്കർ എന്നാ പറയാ, ആങ്കർ പോയിന്റ്സ് എന്നാ പറയാ. ഇങ്ങനെ സ്ലൈഡ് ചെയ്യുക. കളർ മാറ്റണമെങ്കിൽ ഇവിടെ കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് കളർ മാറ്റാം. ക്യാൻവയുടെ കളർ, ക്യാൻവ സീരീസ് എന്നുള്ള കളർ ഇവിടെ കാണാം, ഞാൻ വൈറ്റ് ആക്കി കണ്ടോ. അതേപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മളിത് ചെയ്തത് നമുക്ക് അൺഡു ചെയ്യണം, അതായത് ബാക്ക്വേർഡ് വരണം എന്ന് വിചാരിക്കാം. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ട് ബാക്ക്വേർഡ് വരണമെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കൺട്രോൾ Z അമർത്തിയിട്ട് അൺഡു ചെയ്യാം കണ്ടോ. ഇങ്ങനെ ബാക്ക്വേർഡ് നമുക്ക് വരാം. ഓക്കെ, ഇനി നമുക്ക് ഫോർവേഡ് വരണമെങ്കിലോ Ctrl+Shift+Z അമർത്തിയിട്ട് ഫോർവേഡ് വരാം. അതായത് നേരത്തെ എവിടെയാണ് എത്തിയത് ആ ഒരു ഭാഗത്തേക്ക് വരാം, Ctrl+Shift+Z. ഇനി ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എലമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്യാം. ഇവിടെ ലോക്കിന്റെ ഐക്കൺ കാണാം, ലോക്ക് കൊടുക്കാം. ഓക്കെ, ഇനി അത് എങ്ങനെ ക്ലിക്ക് ചെയ്ത് വലിച്ചാലും ലോക്കാണ്, അനങ്ങില്ല. പിന്നെ അൺലോക്ക് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് അൺലോക്ക് ചെയ്താൽ മാത്രമേ അതിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ഇതിന് എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം, അതായത് ഏതെങ്കിലും ഒരു എലമെന്റിനെ ഡ്യൂപ്ലിക്കേറ്റ്
ചെയ്യണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട എലമെന്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കാണാം ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യണ ബട്ടൺ ഉണ്ട്, അല്ലെങ്കിൽ കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ അമർത്തിയാലും മതി. ഇനി നമുക്ക് ഈ വൂൾ ക്യാൻവാസ് കോപ്പി ചെയ്യണം എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു പോസ്റ്ററിൽ നിങ്ങളുടെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കൂട്ടായ്മയിലുണ്ട്, കമ്മ്യൂണിറ്റിയിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ലോഗോ ഒക്കെ വെച്ചിട്ട് ഒരു പോസ്റ്റർ ചെയ്യണം. ഒരു ലോഗോ കമ്മ്യൂണിറ്റിയുടെ ലോഗോ ഒക്കെ വെച്ചിട്ട് പോസ്റ്റർ ചെയ്തു. മറ്റൊന്ന് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഫാമിലി ഗെറ്റ് ടുഗദറിന്റെ ലോഗോയോ കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെയാണെങ്കിൽ 2 പോസ്റ്റർ വേണ്ടി വരും അല്ലേ? ആ സമയങ്ങളിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, ഡ്യൂപ്ലിക്കേറ്റ് പേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 എണ്ണമായിട്ട് വരും. അതായത് ആ പോസ്റ്ററിനെ തന്നെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ദെൻ ഒരെണ്ണത്തിൽ നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗദറിന്റെ ലോഗോയും ഒന്നിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ലോഗോയും വെക്കാം. ഓക്കെ, വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം പേജ്. നമുക്ക് ഈ ഒരു വൂൾ ക്യാൻവാസ് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യാൻവാസിൽ പിന്നെ യാതൊരു രീതിയിലുള്ള മാറ്റങ്ങളും വരുത്താൻ വേണ്ടി പറ്റില്ല. ഇനി ഒരു പുതിയ ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് എ പേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടും ആഡ് എ പേജ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് അല്ല ചെയ്തത്, പുതിയൊരു പേജ് ആഡ് ചെയ്തു. ദെൻ ഇവിടെയും വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. പിന്നെ അലൈൻമെന്റ് ആൻഡ് ഗ്രിഡ്സ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഓട്ടോമാറ്റിക്കലി നോക്കിയേ ഒരു സെന്റർ, കറക്റ്റ് സെന്റർ ആകുമ്പോൾ ഒരു ലൈൻ വീഴുന്നുണ്ടോ, ഒരു മജന്ത കളറിൽ, ഒരു പിങ്ക് കളറിൽ. അതുപോലെ തന്നെ ഇങ്ങോട്ട് നീക്കുമ്പോൾ നോക്കിയേ കണ്ടോ നമുക്ക് ഗൈഡ്സ് കാണിക്കുന്നുണ്ട്. സ്മാർട്ട് ഗൈഡ്സ് എന്നാണ് അതിനെ പറയുക. ഓക്കെ, നമുക്ക് കറക്റ്റ് ആയിട്ട് പറയും എവിടം വരെ ഈ എലമെന്റിനെ അറേഞ്ച് ചെയ്യാം. കണ്ടോ ബോർഡർ ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതിന് പുറത്ത് ഇങ്ങോട്ട് പോകുന്നത് നല്ലതല്ല, സോ ഇതിനുള്ളിൽ അറേഞ്ച് ചെയ്യുക. ഇത് കറക്റ്റ് സെന്റർ ആണോ എന്ന് കാണിച്ചു തരും. കണ്ടോ കറക്റ്റ് സെന്റർ ആണ്. 2 ഭാഗത്തുനിന്ന് വെർട്ടിക്കൽ ആയിട്ട് ഹൊറിസോണ്ടൽ ആയിട്ടൊക്കെ ലൈൻസ് കാണിച്ചു തരും. ക്യാൻവ ഓട്ടോമാറ്റിക്കലി നമുക്ക് അലൈൻമെന്റിന്റെ ഹിൻസ് തരുന്നുണ്ട്. സെന്റർ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്പേസിങ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, മാർജിൻ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ യൂസ് റൂൾസ് ആൻഡ് ഗൈഡ് ഫോർ പെർഫെക്റ്റ് ഡിസൈൻ എന്നാ പറയാം. അതായത് നമുക്ക് കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഈ ഗൈഡ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ക്യാൻവയിലുള്ള എല്ലാ ബേസിക് ടൂൾസും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യും. അതായത് നിങ്ങൾക്ക് എല്ലാ ബേസ് ടൂൾസ് അറിയാം. ഇനി നിങ്ങൾക്ക് ഡിസൈനിങ് സ്കിൽ ഉണ്ടെങ്കിൽ എന്റെ സഹായം ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിലിപ്പോ പറയാതെ വിട്ടിട്ടുള്ളത് ക്യാൻവ ആപ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ആണ്. അത് നമ്മൾ അടുത്ത എപ്പിസോഡ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഡെയിലി ലൈഫിൽ ഡിസൈനേഴ്സിന് യൂസ് ആവുന്ന ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ്, പ്ലഗിൻസ്, വെബ്സൈറ്റ്സ് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു സോ മച്ച്.